السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس اتقوا الله عباد الله. أوصيكم وإياي أولا بالتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تلهكم أموالكم ولا أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാനാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ അഖില മേഖലകളിലും സൂക്ഷിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. പടച്ചനാഥൻ നാം ഏവരെയും അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിലും മുഅ്മിനീങ്ങളിലും പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നാമൊക്കെയും അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധമായ മസ്ജിദിൽ യൗമുൽ ജുമുഅയിലാണ്. ഈ ജുമുഅ ഖുതുബയും നമസ്കാരവും അനുഷ്ഠിക്കുന്നതിനു വേണ്ടി നമ്മളിൽ പലരും അതിരാവിലെ ഓഫീസിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ, അതുമല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ, നമ്മുടെ തൊഴിലിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ അതിരാവിലെ അതിനുവേണ്ടി ഒരുക്കങ്ങൾ നടത്തി അള്ളാഹുവിൻ്റെ ഈ മസ്ജിദിൽ അല്ലാഹുമ്മ ഫ്തഹ് ലീ അബ്വാബ റഹ്മതിക്, പടച്ചവനെ എനിക്ക് നീ കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ തുറന്നു തരേണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി അള്ളാഹുവിൻ്റെ ഈ മസ്ജിദിൽ ഒന്ന് നാമൊക്കെയും ഇരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഈ മസ്ജിദിലേക്ക് കയറി വന്ന് നാം 2 റക്അത്ത് നമസ്കരിച്ചു.
ഖുതുബ ശ്രവിക്കുന്നു. ഒരാഴ്ചയിൽ നമ്മുടെ ജീവിതം എങ്ങനെയാകണം, എങ്ങനെയാകരുത് എന്ന ഉത്ബോധനം നാം ശ്രവിക്കുന്നു. പിന്നീട് നാം 2 റക്അത്ത് നമസ്കരിക്കുന്നു. അതിനുശേഷം മസ്ജിദിൽ നിന്നും നാം പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന നമ്മളോട്, എന്നോടും നിങ്ങളോടുമായി കൊണ്ട് സൂറത്തുൽ ജുമഅയിലൂടെ തന്നെ പടച്ച നാഥൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ഫൈദാ ഖുദിയത്തിസ് സ്വലാ, നിങ്ങൾ അല്ലാഹുവിന്റെ ഈ മസ്ജിദിൽ ഖുതുബയും നമസ്കാരവും ശ്രവിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ, ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫളില്ലാഹ്, അല്ലാഹുവിന്റെ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ഉപജീവനങ്ങൾ തേടി, നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കുവാനുള്ള ഉപജീവനങ്ങൾ തേടി നിങ്ങൾ അല്ലാഹുവിന്റെ ഭൂമിയിലേക്ക് വ്യാപൃതരാവുക. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, നമസ്കാരവും ഖുതുബയും അദ്കാറുകളും സ്വലാത്തും ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ ഈ മസ്ജിദിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് കൊള്ളാം, വദ്കുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഓർമ്മിച്ചു കൊള്ളണം. മതമെന്നാൽ, ഇസ്ലാം എന്നാൽ, ഇബാദത്തുകൾ എന്നാൽ നാം ഇവിടെ അനുഷ്ഠിച്ച ഖുതുബയും നമസ്കാരവും അദ്കാറുകളും മാത്രമല്ല, ഇവിടെ നിന്ന് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാൽ അവിടെയും നിങ്ങൾ എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ മേഖലകളിലും വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ നിങ്ങളുടെ നാഥനെ ധാരാളം സ്മരിക്കണം, എങ്കിൽ നിങ്ങൾക്ക് വിജയികളാകാം. ശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ, നമസ്കാരം കഴിഞ്ഞ് അള്ളാഹുവിന്റെ ഈ മസ്ജിദിൽ നിന്ന് നാം പുറത്തേക്ക് പോയി, വീട്ടിൽ പോയി അള്ളാഹു നമുക്ക് തന്ന ഭക്ഷണം ആഹരിച്ചതിന് ശേഷം എൻ്റെ റൂമിലേക്ക് നാം പോയി, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മൊബൈലിൽ എൻ്റെ ഈ ചൂണ്ടുവിരലുകൾ കൊണ്ട് നിങ്ങൾക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിലേക്കും റബ്ബിനെ മറന്നുകൊണ്ടുള്ള അശ്ലീലങ്ങളിലേക്കും വൃത്തികേടുകളിലേക്കും നിങ്ങൾക്ക് പോകാം. അവിടെയെല്ലാം നിങ്ങൾ നിങ്ങളുടെ നാഥനെ നിങ്ങൾ ഓർമ്മിക്കണം. അതുമാത്രമല്ല, ഇനി നിങ്ങൾ ഈ മസ്ജിദിൽ നിന്ന് പുറത്തേക്കിറങ്ങി നിങ്ങളുടെ ഉപജീവന മാർഗം ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫളില്ലാഹ്, അല്ലാഹുവിന്റെ ഈ ഭൂമിയിൽ നിങ്ങളുടെ ഉപജീവന മാർഗം തേടിക്കൊള്ളുക എന്നാണല്ലോ പടച്ചവൻ പറഞ്ഞത്. അവിടെയും നിങ്ങൾ നാഥനെ ഓർക്കണമേ എന്ന് അല്ലാഹു നമ്മളോട് ഓർമ്മപ്പെടുത്തിയത്. നിങ്ങളൊരു ഓട്ടോറിക്ഷക്കാരനാണ് എങ്കിൽ 30 രൂപ ഒരോട്ടത്തിന് നാം വാങ്ങേണ്ടത് ഒരു വിദേശിയാണ് എന്നതുകൊണ്ട് അയാളിൽ നിന്ന് നിങ്ങൾ 50 രൂപ നിങ്ങൾ വാങ്ങരുതേ. അതുപോലെ 50,000-ഉം 75,000-ഉം ശമ്പളം വാങ്ങുന്ന ഒരു വ്യക്തി 300-400 രൂപ ദിവസക്കൂലിക്ക് പാടുപെടുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനിൽ നിന്ന് ഒരു രോഗവുമായി നിന്റെ മുന്നിലേക്ക് വരുമ്പോൾ അവന്റെ പിച്ചപാത്രത്തിൽ നിന്ന് 1000 രൂപ നീ കൈക്കൂലി വാങ്ങരുതേ. ആ സാധുവായ മനുഷ്യന് എക്സ്റേയും സ്കാനിങ്ങും എഴുതി കൊടുത്ത് മാസം തോറും മാസപ്പടിയായി ലാബുകളിൽ നിന്ന് നിനക്ക് കിട്ടുന്ന വരുമാനം അള്ളാഹുവിനെ മറന്ന് നീ തെറ്റായതിലേക്ക് പോകരുതേ. നിന്റെ സ്ഥാപനത്തിലേക്കൊരു സാധുവായ മനുഷ്യൻ ആ സാധനത്തെ കുറിച്ച് ഗുണവും ദോഷവും അറിയാതെ വരുമ്പോൾ ആ പാവം സാധുവായ മനുഷ്യനെ നീ പറ്റിച്ചുകൊണ്ട് അയാളിൽ കൊള്ളലാഭം വാങ്ങിക്കൊണ്ട് നീ കച്ചവടം നടത്തരുതേ. അതിനർത്ഥം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റുല്ലാഹ്, പടച്ചനാഥനെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ ഹൃദയത്തിൽ സദാ സന്നിവേശിക്കണം. ആ നാഥനെ കുറിച്ചുള്ള ഓർമ്മ നമ്മളിൽ ഉണ്ടാകണം എന്നാണ് സൂറത്തുൽ ജുമഅയുടെ 10-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത്. എന്നാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ അനുചരന്മാരുടെ ജീവിതം ഇത്തരണത്തിൽ നാം ചേർത്തു വായിക്കേണ്ടതാണ്. മഹാനായ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് മദീനയിൽ വിവിധ വർണ്ണങ്ങളുള്ള, ആരെയും വല്ലാതെ അത്ഭുതപ്പെടുത്തുന്ന
വിവിധ കളറുകളുള്ള പഴങ്ങളും വിവിധ സൗന്ദര്യവുമുള്ള ഒരു തോട്ടം മഹാനായ അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. ആ മഹാനുഭാവൻ ഒരിക്കൽ ആ തോട്ടത്തിന്റെ നടുമധ്യത്ത് അദ്ദേഹം നമസ്കാരത്തിലായി, ആ തോട്ടത്തിന്റെ ഒരു ഭാഗത്ത് അല്ലാഹുവിന്റെ ഇബാദത്തിലായി കഴിയുന്ന സന്ദർഭത്തിൽ നമസ്കാരത്തിൽ കൈകെട്ടി, നമസ്കാരത്തിൽ ഫാത്തിഹയും സൂറയും ഓതി നമസ്കാരത്തിൽ പ്രവേശിച്ചിരുന്ന ആ അനുചരൻ അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ ആ ഒരു മുന്തിരി നുകരുവാൻ വേണ്ടി 2 ഇണക്കുരുവികൾ അതിലേക്ക് വന്നിരിക്കുകയും അത് കൊത്തി തിന്നുകയും അതിന്റെ സ്തുതിമധുരമായ ആ ലയനത്തിൽ അള്ളാഹുവിന്റെ ഓർമ്മയിൽ നിന്ന് ആ മഹാനുഭാവന്റെ ഹൃദയം കുറച്ചു നേരത്തേക്ക് അശ്രദ്ധമായി പോയി. നമസ്കാരം കഴിഞ്ഞ് മഹാനായ അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഏങ്ങി കരയുകയാണ്. എന്റെ നാഥന് കൊടുക്കേണ്ടിയിരുന്ന ഓർമ്മയും എന്റെ ഹൃദയവും എന്റെ ചിന്തയും ഈ ഭൗതികമായ ആർഭാടങ്ങളിൽ മുങ്ങിപ്പോയി എന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ സങ്കടങ്ങളും ആവലാതിയും ബോധിപ്പിച്ചുകൊണ്ട് ആ മഹാനുഭാവൻ പ്രവാചകന്റെ മുന്നിലേക്ക് വന്ന് പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂലെ, എന്റെ റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മയിൽ ഞാനും എന്റെ നാഥനുമായിട്ടുള്ള എന്റെ ബന്ധത്തിൽ എന്റെ തോട്ടങ്ങളുടെ കൂട്ടത്തിൽ ആ ഏറ്റവും ഉയർന്ന തോട്ടം, ഏറ്റവും ഉന്നതമായ തോട്ടം പൂർണ്ണമായും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ എന്നിൽ നഷ്ടപ്പെടുത്തിയത് കൊണ്ട് അള്ളാഹുവിന്റെ റസൂലെ, എനിക്കിനി ആ തോട്ടം വേണ്ട പ്രവാചകരെ, ഞാനത് അള്ളാഹുവിന്റെയും റസൂലിന്റെയും മാർഗത്തിൽ ദാനം ചെയ്തിരിക്കുന്നു. ആ മഹാനുഭാവൻ അദ്ദേഹത്തിന് അള്ളാഹു കൊടുത്ത അനുഗ്രഹം, നാഥനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന് അദ്ദേഹത്തെ തടഞ്ഞതുകൊണ്ട് അദ്ദേഹം അത് ഹൃദയത്തിൽ പ്രതിജ്ഞ ചെയ്യുകയാണ്, എന്റെ റബ്ബിനെ കുറിച്ച് മറപ്പിച്ചത് എന്റെ ഇന്ന സമ്പാദ്യമാണെങ്കിൽ ഇനി ആ സമ്പാദ്യം എന്റെ ജീവിതത്തിൽ വേണ്ട, അത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ദാനം ചെയ്യുന്നു. മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിന്റെ വിയോഗത്തിന് ശേഷം മദീനയിൽ അൻസാരികളും ഒരു പട്ടിണിക്കോലങ്ങളായി, ഒരു ദാരിദ്ര്യത്തിന്റെ കാലഘട്ടം. മദീനയിൽ ഒരു വലിയ ബഹളം. നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ ഒരു അനുചരനോട് ചോദിച്ചു, പുറത്തൊരു വലിയ ബഹളം കേൾക്കുന്നുണ്ടുവല്ലോ, എന്താണ് ആ ബഹളം? ആ അനുചരൻ പറഞ്ഞു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ 700ഓളം വരുന്ന ഒട്ടകങ്ങളും അതിന്റെ കച്ചവട സംഘവും മദീനയിൽ വന്നിട്ടുണ്ട്. ആ കച്ചവടം നടക്കുന്നതിന്റെ ഒരു ബഹളമാണ് ആ കേൾക്കുന്നത് എന്ന് നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് നമ്മുടെ ഉമ്മ പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂലിൽ നിന്നും ഞാൻ കേട്ടിട്ടുണ്ട്, നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് ഓരോ അനുജരും സന്തോഷത്തോടു കൂടി കടന്നു പോകുമ്പോൾ മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് കാലിൽ എഴിഞ്ഞുകൊണ്ടാണ് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഇത് മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അറിയാനിടയായി. നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, ഉമ്മ, എന്നെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂല് അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? അതെ അബ്ദുറഹ്മാൻ, ഞാൻ എങ്ങനെ കേട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോ മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മദീനയിലെ സാധുക്കളായ പട്ടിണി പാവങ്ങൾക്ക് വേണ്ടിയാണ് ഉമ്മ ഈ 700ഓളം വരുന്ന ഒട്ടകങ്ങളും അതിന്റെ ധാന്യങ്ങളുമായി എന്റെ കച്ചവട സംഘം ഇവിടെ വന്നത് എന്ന് പറയുമ്പോ ഞാൻ ഈ സമ്പാദ്യം അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യുകയാണ്. നാളെ പരലോകത്ത് കാലിൽ ഇഴഞ്ഞുകൊണ്ട് ഞാൻ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകാനല്ല ഉമ്മ ഞാൻ ആഗ്രഹിക്കുന്നത്, നിവർന്നുകൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. മഹാനായ ആയിഷ റളിയല്ലാഹു അൻഹ മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ 2 സംഭവങ്ങളും ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചത് നമ്മുടെ ഭൗതികമായ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ. ഒന്നുമില്ലാതിരുന്നൊരു കാലം നാം നമ്മുടെ നാഥനെ ഓർമ്മിച്ചിരുന്നു. നമുക്ക് കൊട്ടാര സമുച്ചയമായ വീടുകളും വിലപിടിപ്പുള്ള വാഹനങ്ങളും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പൂർവികരായ പ്രപിതാക്കന്മാർ അള്ളാഹുവിനെ ഓർമ്മിച്ചും
ഭയഭക്തിയോടും കൂടിയിട്ടുണ്ടായിരുന്നു അവരുടെ ജീവിതം. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടം പലപ്പോഴും നഷ്ടമറിഞ്ഞവരാണ്. കാരണം ജീവിതത്തിന്റെ സമ്പാദ്യത്തിന്റെ ഒരു വലിയ ഭാഗം കച്ചവടത്തിനായി വിനിയോഗിച്ചിട്ട് 4-5 വർഷം കച്ചവടം ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് നഷ്ടങ്ങളുടെ കൂമ്പാരമായതുകൊണ്ട് നമ്മളിൽ പലരും ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ അറിഞ്ഞവരുണ്ടാകും, ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിൽ തളർന്നു പോയവരുണ്ടാകും. എന്നാൽ ജീവിതത്തിന്റെ ഏറ്റവും വലിയ നഷ്ടത്തെക്കുറിച്ച്, ജീവിതത്തിന്റെ ഏറ്റവും വലിയ അപജയത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്, നിങ്ങളുടെ സമ്പാദ്യങ്ങളും നിങ്ങളുടെ സന്താനങ്ങളും അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന്, പടച്ചനാഥനെ കുറിച്ച് ദിക്റുല്ലാഹ്, അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്നും നിങ്ങളുടെ സമ്പാദ്യവും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളെ വിസ്മൃതിയിലാക്കാതിരിക്കട്ടെ, നിങ്ങളെ നശിപ്പിച്ചു കളയാതിരിക്കട്ടെ. എന്നിട്ട് വീണ്ടും അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, അപ്രകാരം ഒരാൾ പ്രവർത്തിച്ചാൽ അയാൾ തന്നെയാണ് ഏറ്റവും വലിയ നഷ്ടവാളി, ഏറ്റവും വലിയ പരാജിതൻ. അവരാണ് ഏറ്റവും വലിയ പരാജിതര് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുനാഫിഖൂനിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ മറന്ന് ജീവിച്ചാൽ, പടച്ചവന് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടും എൻ്റെ ഇഷ്ടം പോലെ ഞാൻ ജീവിക്കും, എൻ്റെ റബ്ബിനെ മറന്ന് ഞാൻ ജീവിക്കും, അങ്ങനെ വന്നാൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? റബ്ബിനെ മറന്നാൽ നമുക്ക് ജീവിതത്തിൽ എല്ലാം ഉണ്ടാകും, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥതയും നിർഭയത്വവും നമ്മുടെ ജീവിതത്തിൽ നിന്നും, നമ്മുടെ സമൂഹത്തിൽ നിന്നും, വിശ്വാസികളിൽ നിന്നും, ലോകത്തു നിന്ന് തന്നെ സമാധാനം അപ്രത്യക്ഷമാകും. ഇന്ന് ലോകം ഒരു വല്ലാതെ അസ്വസ്ഥമായി കൊണ്ടിരിക്കുകയാണ്. നാഥനെ മറന്ന് ജീവിച്ചതിന്റെ പരിണിത ഫലമായി ഇന്ന് 800 കോടി മനുഷ്യരും മാസ്കിന്റെ ഉള്ളിലാണ്. പുറത്തേക്ക് ഇറങ്ങാൻ ഒരു ഭയപ്പാടാണ്. 2 പേര് തമ്മിൽ ഒരു ഹസ്തദാനം ചെയ്യാൻ ഒരു ഭയപ്പാടാണ്. പ്രിയമുള്ളവരെ, 2 ആള് കൂടുന്നിടത്ത് അവരുടെ സംസാര വിഷയം വല്ലാത്ത ടെൻഷനാണ്. എന്താണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലെ ടെൻഷൻ? അള്ളാഹുവിന്റെ പരലോകത്തെ കുറിച്ച് ഓർത്തുകൊണ്ടാണോ നമ്മുടെ ടെൻഷൻ? അള്ളാഹുവിന്റെ മുന്നിലെ വിചാരണയെ കുറിച്ച് ഓർത്തുകൊണ്ടാണോ നമ്മുടെ ടെൻഷൻ? ഇതൊന്നുമല്ല നമ്മുടെ ജീവിതത്തിലെ ടെൻഷൻ. നമ്മുടെ ജീവിതത്തിലെ ടെൻഷൻ, ഞാൻ ഇത്രയും കാലം സമ്പാദിച്ച എൻ്റെ സമ്പാദ്യം എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ? എൻ്റെ മക്കളുടെ ഭാവി എന്താകും? രോഗങ്ങളും പ്രശ്നങ്ങളും വന്നാൽ ഞാൻ തന്നെ അങ്ങ് നശിച്ചു പോകുമോ? നമ്മുടെ സമ്പാദ്യത്തെക്കുറിച്ചും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന അപകടങ്ങളെ കുറിച്ചുമുള്ള ആധിയാണ്, ഭീതിയാണ് നമ്മുടെ ജീവിതത്തിലെ ടെൻഷൻ. ഇന്ത്യയിലെ ഏറ്റവും വിദ്യാഭ്യാസമുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം. നമ്മുടെ ഈ കേരളത്തിന്റെ മാനസിക ആരോഗ്യത്തെക്കുറിച്ച് ഒരു സർവേ നടത്തിയപ്പോൾ മലയാളികളിൽ 40% മനുഷ്യരും രാത്രി ഒന്ന് സുഖകരമായി ഉറങ്ങാൻ വേണ്ടി ഉറക്ക ഗുളികകൾ കഴിച്ച്, അൽപ്രാക്സ് പോലുള്ള ഉറക്ക ഗുളികകൾ കഴിച്ചുകൊണ്ടാണ് അവര് രാത്രി വിശ്രമത്തിലേക്ക് പോകുന്നത്. അവർക്ക് കൊട്ടാര സമുച്ചയമായ വീടുകളുണ്ട്. 60,000-വും 70,000-വും രൂപ വിലപിടിപ്പുള്ള മെത്തകളും ബെഡുകളും അവർക്കുണ്ട്. ഒന്ന് കിടന്നാൽ ഒന്ന് ഉറങ്ങിപ്പോകും. ആ അവസ്ഥയിലുള്ള ബെഡുകൾ അവരുടെ വീടുകളിലുണ്ട്. എത്ര വലിയ ചൂടിനെയും തണുപ്പിക്കുന്ന ശീതീകരണ സംവിധാനങ്ങൾ അവരുടെ വീടുകളിലുണ്ട്. എന്നാൽ അവരുടെ ഹൃദയത്തെ തണുപ്പിക്കാൻ കഴിയുന്ന, ഹൃദയത്തിന് സമാധാനം കിട്ടുന്ന ഒരു വസ്തുത അവരുടെ ജീവിതത്തിലില്ല. കാരണം അതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയത്. റബ്ബിനെ മറന്നാൽ
ഈ ലോകത്ത് നിങ്ങൾക്കെല്ലാം ഉണ്ടാകും, പക്ഷേ നിങ്ങൾക്ക് സ്വസ്ഥതയുണ്ടാവുകയില്ല, നിങ്ങൾക്ക് സമാധാനത്തോടെ വിശ്രമിക്കാൻ കഴിയുകയില്ല, നിങ്ങളുടെ ജീവിതം അസ്വസ്ഥമാകും. പടച്ചനാഥൻ സൂറത്തു ത്വാഹയുടെ 124-ാമത്തെ വചനത്തിലൂടെ ആ കാര്യമാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഒമൻ അഅറള അൻ ദിക്രി, എന്നെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന് അകന്നു കഴിയുന്നവർ, റബ്ബിനെ മറന്നുപോയവർ, ഭൗതികമായ ആഡംബരങ്ങളിൽ, മക്കളുടെ വിവാഹങ്ങളും നമ്മുടെ വാഹനങ്ങളും ആഡംബരങ്ങളിൽ മതിമറന്നുകൊണ്ട് എന്നെ മറന്നുപോയി ജീവിച്ചവർ, അവരുടെ ജീവിതം ഇടുങ്ങിയതാകും. അവരുടെ ജീവിതത്തിൽ എല്ലാം ഉണ്ട് എങ്കിലും അവരുടെ ജീവിതം അസ്വസ്ഥമായിരിക്കും, ടെൻഷനായിരിക്കും, ഭീതി പൂണ്ടതായിരിക്കും. സമാധാനത്തോടുകൂടി ഒരു തുള്ളി വെള്ളം ഉള്ളിലേക്ക് അവർക്ക് ഇറക്കാൻ കഴിയുകയില്ല. ഈ അനുഗ്രഹങ്ങൾക്ക് അന്ധനായി ജീവിച്ചതുകൊണ്ട് നാളെ പരലോകത്ത് അവനെ അള്ളാഹു അന്ധനായി നാളെ പരലോകത്ത് റബ്ബിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ നാഥനെ നമുക്ക് ഓർമ്മയോടുകൂടി അവനെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയണം. ആ നാഥനെ കുറിച്ചുള്ള ഓർമ്മ എങ്ങനെയാണ്? സാധാരണ ദിക്റുല്ലാഹ്, ആ ദിക്റിനെ കുറിച്ച് ഞാൻ വ്യക്തമായി നിങ്ങളോട് പറയാത്തതാണ്. കാരണം ദിക്ർ എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ ഓടി വരുന്നത് ദിക്റു ഹൽക്കകളും സ്വലാത്തു ഹൽക്കകളും ഒക്കെയാണ്. എന്നാൽ നമ്മുടെ നാഥനെ സ്മരിക്കേണ്ടത് എങ്ങനെയാണ്? റബ്ബിനെ ഓർമ്മിക്കേണ്ടത് എങ്ങനെയാണ്? വദ്കുർ റബ്ബക ഫീ നഫ്സിക തളറുഅൻ വഖീഫ دون الجهر من القول بالغدو والآصال ولا تكن من الغافلين واذكر ربك, നിന്റെ നാഥനെ നീ സ്മരിക്കണം. എങ്ങനെയാണ്? ഫീ നഫ്സിക, നിന്റെ ഹൃദയത്തിൽ നിന്നാണ് നിന്റെ നാഥനെ നീ സ്മരിക്കേണ്ടത്. തളറുഅൻ വഖീഫ, ഭയത്തോടും വിനയത്തോടും കൂടി നിന്റെ ഹൃദയത്തിൽ നിന്ന്. നമസ്കാരം കഴിഞ്ഞ് ശബ്ദ കോലാഹലങ്ങളല്ല, അതുപോലെ നമ്മുടെ റോഡും പരിസരവും റോഡിലേക്കല്ല മതം, സമാധാനത്തോടെ ഹൃദയത്തിൽ നിന്നാകണം ആ നാഥനെ കുറിച്ചുള്ള ഓർമ്മയെ ഉണ്ടാകേണ്ടത്. എപ്പോഴൊക്കെ? ബിൽ ഗുദുവ്വി വൽ ആസാൽ, രാവിലെയും വൈകുന്നേരവും. വലാ തകും മിനൽ ഗാഫിലീൻ, നിങ്ങൾ അശ്രദ്ധവാന്മാരിൽ, നിങ്ങൾ അല്ലാഹുവിനെ മറന്നു പോകുന്നവരിൽ പെട്ടുപോകരുത്. നാഥനെ ഓർക്കേണ്ടത് അപ്രകാരമാണ്. ഇത് ഓർക്കാൻ പ്രത്യേക ഒരു സ്ഥലമുണ്ടോ? ഇല്ല. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, അവർ അവരുടെ നാഥനെ ഓർക്കും. എങ്ങനെയാണ്? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ, അവർ നിൽക്കുമ്പോഴും, വഖുഊദൻ, അവർ ഇരിക്കുമ്പോഴും, വഅലാ ജുനൂബിഹിം, അവർ കിടക്കുമ്പോഴും. പ്രിയമുള്ളവരെ, അല്ലാഹുവിനെ ഓർമ്മിച്ചുകൊണ്ടാണ് നാം ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. നമ്മുടെ വീടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, വണ്ടിയിലേക്ക് നാം ആ കീ ഒന്ന് ഓൺ ചെയ്ത് കഴിയുമ്പോ, വാഹനം മൂവാകുമ്പോ വീണ്ടും നമ്മുടെ നാഥനെ നാം ഓർമ്മിക്കുകയാണ്. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാസാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ചുരുക്കത്തിൽ, ഒരു മനുഷ്യൻ ഉറക്കമുണർന്നു മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ വരെ ബിസ്മിക റബ്ബി, അള്ളാഹുവിന്റെ നാമത്തിൽ, വളഅതു ജംബി, ഞാനിതാ നാദാ വിശ്രമിക്കാൻ പോവുകയാണ്. വബിക അർഫഉഹു, എന്നെ ഈ കിടപ്പിൽ നിന്ന് നാദാ എഴുന്നേൽപ്പിക്കുന്നത് നീയാണ്. ഇന്നംസക്ത നഫ്സി ഫർഹംഹാ, ഈ ഉറക്കത്തിന്റെ ഇടയിൽ എന്റെ ആത്മാവിനെ എങ്ങാനും നീ പിടിച്ചാൽ, ഫർഹംഹാ, അതിനോട് നാദാ നീ കരുണ കാണിക്കണമേ, അതിനോട് നീ വിട്ടുവീഴ്ച കാണിക്കണമേ. വൈൻ അർസൽതഹ, അടുത്ത ദിനത്തിൽ എനിക്ക് എഴുന്നേൽക്കാനുള്ള തൗഫീഖ് നീ എനിക്ക് തന്നാൽ, ഫഹ്ഫദ്ഹ, എന്നെ സൂക്ഷിച്ചു കൊള്ളണമേ. എന്റെ കണ്ണിനെ, എന്റെ നാവിനെ, അല്ലാഹുവേ, നീ എനിക്ക് തന്ന അനുഗ്രഹങ്ങളെ സൂക്ഷിച്ച് നാഥനെ സ്മരിക്കുന്നവരിൽ, ആ സൂക്ഷ്മതയുള്ളവരിൽ എന്നെ നീ ഉൾപ്പെടുത്തേണമേ എന്ന് രാത്രി വിശ്രമിക്കാൻ
പോകുമ്പോൾ പോലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ്. നാഥനെ ഓർമ്മിച്ചുകൊണ്ട് അവനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി തഖ്വയോടുകൂടി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ഉണർത്തുകയാണ്. പ്രിയമുള്ളവരെ, നാഥനെ കുറിച്ചുള്ള ഓർമ്മയാണ്, റബ്ബിനെ കുറിച്ചുള്ള സ്മരണയാണ് നമ്മുടെ ഖുത്ബയിൽ ഉടനീളം നാം ശ്രവിച്ചത്. അത് നമ്മുടെ ജീവിതത്തിൽ എമ്പാടും, നമ്മുടെ കുടുംബത്തിലും, നമ്മുടെ ഹൃദയത്തിൻ്റെയും നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെയും ഈ നാഥനെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ എമ്പാടും ഉണ്ടാകാൻ നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അള്ളാഹുവേ, നിന്നെ മറന്നുകൊണ്ടുള്ള, നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് ശുക്റുള്ള നല്ല ഹൃദയത്തിന്റെ ഉടമകളിൽ നാഥാ നീ ഞങ്ങളെ ഉൾപ്പെടുത്തേണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അള്ളാഹുവേ നാഥാ, നീ ഞങ്ങളെ ജീവിപ്പിക്കണം നിന്നെ സ്മരിക്കുന്നവരുടെ കൂട്ടത്തിൽ. വശുക്രിക്, നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങളിൽ നന്ദിയുള്ളവരുടെ കൂട്ടത്തിൽ. വഹുസ്ന ഇബാദത്തിക്, പ്രഹസന കർമ്മങ്ങളും അതുപോലെ യാന്ത്രിക കർമ്മങ്ങളുമാക്കാതെ എങ്ങനെയാണ് കർമ്മങ്ങളാകേണ്ടത് അത്തരണത്തിൽ ഞങ്ങളുടെ ഇബാദത്തുകളും ഞങ്ങളുടെ ആരാധനകളും ഞങ്ങളുടെ ജീവിതവും നാഥാ നീ നന്മയിലാക്കേണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും സംഭവിച്ചു പോയ എല്ലാ പാളിച്ചകളും എല്ലാ അപാകതകളും റബ്ബിനെ മറന്നുകൊണ്ടുള്ള ജീവിതത്തിൽ നിന്ന് മാറി നാഥാ നിന്നെ ഓർമ്മിച്ചുകൊണ്ടുള്ള, നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് ശുക്റുള്ള ഹൃദയത്തിന്റെ ഉടമകളിൽ നാഥാ ഞങ്ങളെ ഓരോരുത്തരെയും നീ ഉൾപ്പെടുത്തേണമേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ കച്ചവടത്തിലും ഞങ്ങളുടെ ബിസിനസ്സിലും ഞങ്ങളുടെ ഉദ്യോഗങ്ങളിലും എല്ലാം നീ ഐശ്വര്യവും ബർക്കത്തും ധന്യതയും പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾക്ക് മനസ്സമാധാനവും മനഃശാന്തിയും സ്വസ്ഥതയും നാഥാ നീ ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഞങ്ങൾക്ക് നന്മ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ഞങ്ങളുടെ സന്താനങ്ങളെ സൽസരണിയിലും നന്മയിലുമായി നാഥാ അവരെ നീ ജീവിപ്പിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ത്വയ്യിബ ഉച്ചരിച്ചുകൊണ്ട് ജീവിതത്തിൽ നന്മകളോടുകൂടി ദിക്റുല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയോട് കൂടി ജീവിക്കുകയും ആ ദിക്റുകളിൽ ഏറ്റവും പ്രാധാന്യമായ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവേ നീയല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്ന പ്രഖ്യാപനത്തോടുകൂടി ഈ ലോകത്ത് നിന്ന് വിടവാങ്ങുന്ന യഥാർത്ഥ വിശ്വാസികളിലും മുഅ്മിനീങ്ങളിലും നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തണമേ നാഥാ. اللهم ارض عن امير المؤمنين ابو بكر الصديق وعمر بن الفاروق وعثمان بن عفان وعلي المرتضى رضي الله تعالى عن كلهم اجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات ويا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا وعليك توكلنا وإليك عنبنا وإليك المصير. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.